ഫാൻസ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ ജിൻഡയെ കുറിച്ചാണ്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ എന്താണെന്നല്ലേ. കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ണു അടച്ച് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ജിൻഡയെ കുറിച്ച് ഒരുപാട് അപ്ഡേറ്റ് മറ്റുള്ള ചാനലിൽ കഴിഞ്ഞ് അപേക്ഷിച്ച് നിങ്ങൾക്ക് ഒരുപാട് അപ്ഡേറ്റ് ഞാൻ എൻ്റെ ചാനലിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കേൾക്കാം. വേറെ ഒന്നുമല്ല, ജിൻഡ 3 പടത്തിൽ നായകനായിട്ട് വരികയാണ് മക്കളെ. 3 പടത്തിൽ നായകനായിട്ട്. 2 പടത്തിന്റെ ഇപ്പം കൺഫേം ആയിട്ടുണ്ട്. അതിന്റെയൊക്കെ ഇതെല്ലാം നടന്നു. ബാക്കി ഒരു പടത്തിന്റെ കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ 3 പടത്തിൽ നായകനായിട്ടാണ് ജിൻഡോ അഭിനയിക്കാൻ പോകുന്നത്. കൂടുതൽ വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ? ജിൻഡോ സ്നേഹിക്കുന്ന എല്ലാവർക്കും സന്തോഷമായി. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ബിഗ് ബോസിലെ ഏറ്റവും നല്ല കണ്ടസ്റ്റൻസ് അല്ല എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ നമ്മുടെ ജാസ്മിനും ഗബ്രിയും ഒപ്പം പിടിച്ചു നിന്ന ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ. നമ്മുടെ ബിഗ് ബോസ് ജേതാവാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാലോ. എന്നെ കഴിഞ്ഞ് കൂടുതൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ ജിൻഡോയുടെ പുതിയ പടം വരികയാണ്. എല്ലാവരും കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ജിൻഡോ തന്നെ പറയുന്നുണ്ട്, ഇപ്പം ജിൻഡോ സിനിമയിൽ അഭിനയിക്കാൻ പോവാണ് എന്ന് പറയുന്നുണ്ട്. ജിൻഡോ സിനിമയിൽ അഭിനയം പഠിക്കാൻ പോവുകയാണെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം എന്നാലേ മറ്റുള്ള എങ്ങനെയാണ് അഭിനയിക്കുന്നത്, അല്ലെ ഇതൊക്കെ കൂടുതൽ പഠിക്കാനുണ്ടോ, അല്ലെ അതുകൊണ്ട് മസിലൊക്കെ ഇച്ചിരി വണ്ണമൊക്കെ കുറച്ച് മസിലൊക്കെ ഇച്ചിരി ഇതാക്കുക, അല്ലെങ്കിൽ വില്ലനായിട്ടൊക്കെ അല്ലേ അഭിനയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ പഠിക്കാനുണ്ട് സിനിമയെക്കുറിച്ചും. അതുകൊണ്ട് അത് കൂടുതൽ പഠിക്കാൻ പോവാണ് എന്ന് പറയുന്നുണ്ട്. ജിൻഡോയുടെ ഉടനെ കല്യാണത്തിന് ശേഷമായിരിക്കും ഷൂട്ടിംഗ് ഒക്കെ എന്നും പറയുന്നുണ്ട്. പിന്നെ ജിൻഡോ പറയുന്നുണ്ട്, നമുക്ക് അഭിനയം അധികം അറിയത്തില്ലല്ലോ, അപ്പോൾ അഭിനയിക്കാൻ പഠിച്ചിട്ട് വേണം കൂടുതൽ എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്നൊക്കെ കണ്ടു പഠിച്ചിട്ട് വേണം നമുക്കതേക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കണം. അല്ല കൂടുതൽ സിനിമയിൽ അഭിനയിക്കണം, അത് നമുക്ക് അതുകൊണ്ട് ഇതായി വരും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ എന്ന് ജിൻഡോ പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോയുടെ പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ പറയാം. പിന്നെ കല്യാണത്തിൻ്റെ ശേഷമാണ് ജിൻഡോയുടെ പടത്തിൽ അഭിനയിക്കുക എന്ന് പറയും. പിന്നെ അമല പോളും നമ്മുടെ ആസിഫ് അലി അഭിനയിക്കുന്ന പോലെ അതുപോലെ കണ്ട് നമുക്ക് അവരുടെയൊക്കെ ഓരോ ചലനങ്ങളും അതുപോലെയൊക്കെ അവരുടെ അഭിനയമൊക്കെ കണ്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൂടുതൽ അഭിനയിക്കാൻ പറ്റുള്ളൂ, ഈസി ആയിട്ട് അഭിനയിക്കാൻ പറ്റുള്ളൂ എന്നും ജിൻഡോ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.